നമ്മുടെ ഡ്രസ്സുകളും നമുക്ക് സാരികളോ ഷോള് അല്ലെങ്കിൽ എന്ത് വേണേലും ഇതുപോലത്തെ കളേഴ്സ് കൊണ്ട് എങ്ങനെ പ്രിന്റ് ചെയ്തെടുക്കാം, കളറിങ് എങ്ങനെ ഡ്രസ്സൈസ് ചെയ്യാം, അല്ലെ ഒരു സാധാരണ ടോപ്പിനെ അല്ലെ ഒരു സാധാരണ പ്ലെയിൻ ആയിട്ടുള്ള എന്താന്ന് പറഞ്ഞാലും എന്ത് ക്ലോത്ത്സ് ആണേലും അതിനെ എങ്ങനെ നമ്മൾ ഫാബ്രിക് പെയിന്റിങ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഫാബ്രിക് പെയിന്റിങ് ചെയ്ത് എങ്ങനെ ഡിസൈൻ ചെയ്തെടുക്കാം എന്നാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പൊ എന്റെ കുറച്ച് കളേഴ്സ് ഇവിടെ ഉണ്ട്. ഇതൊക്കെ നാട്ടിൽ നിന്ന് വന്നപ്പോൾ വാങ്ങിച്ചോണ്ട് വന്ന കളേഴ്സ് ആണ്. കാണാമോ? കണ്ടോ? അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ മാജിക്. അപ്പൊ എല്ലാരും വാച്ച് ചെയ്ത് തുടങ്ങും കേട്ടോ. അപ്പൊ ഫെവിക്രിലിന്റെ കളേഴ്സ് ആണ് ഇത് കേട്ടോ. ഇത് നമുക്ക് തുണിയിലൊക്കെ പിടിപ്പിച്ച് കഴിഞ്ഞാൽ ഇത് കളർ പോവുകയൊന്നുമില്ല. എല്ലാവരും നാട്ടിലൊക്കെ ഉപയോഗിക്കുന്ന കളേഴ്സ് ആണ് കേട്ടോ. അപ്പൊ ഇത് ഞാൻ എങ്ങനെയാണ് ഈ തുണികളെ പിടിപ്പിക്കുന്നതെന്ന് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. അപ്പൊ ആദ്യമായിട്ട് ഞാനിപ്പോ ചെയ്യാൻ പോകുന്നത് കണ്ടോ, ഇതൊരു സിമ്പിൾ ടോപ്പാണ്. ഈ ടോപ്പിലാണ് ഞാൻ ഇന്ന് ആദ്യം ഈ വർക്ക് ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാനൊരു ട്രിക്ക് ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡ്രോ ചെയ്തെടുത്തിട്ട് അതിനകത്ത് ബ്രഷ് കൊണ്ട് പെയിന്റ് ചെയ്തെടുക്കാം. ഓക്കെ, അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസിയസ്റ്റ് ആയിട്ടുള്ള മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ വാങ്ങാൻ കിട്ടും. ടെൻസിൽസ് കണ്ടോ, ഇതുപോലത്തെ സംഭവം വാങ്ങിക്കാൻ കിട്ടും. ഇതാകുമ്പോൾ നമ്മൾ ഇങ്ങനെ വെച്ച് കൊടുത്ത് കളർ ചെയ്ത് കഴിയുമ്പോഴേക്കും വളരെ ക്വിക്ക് ആയിരിക്കും, നീറ്റ് ആൻഡ് ടൈഡി ആയിരിക്കും. അപ്പം ഇതുകൊണ്ടാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് ഇതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ നിങ്ങൾക്ക് വരച്ചെടുത്തിട്ട് നിങ്ങൾക്ക് ബ്രഷ് കൊണ്ട് പെയിന്റ് ചെയ്യാം. അതുവരെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയില്ലേ? ഓക്കെ, അപ്പൊ നിങ്ങൾ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് സ്ട്രെയിറ്റ് വെച്ചിട്ട് കളർ ചെയ്യുമ്പോഴേക്കും ഒരു പക്ഷേ ഇതിന്റെ താഴത്തെ പീസിൽ ഈ കളേഴ്സ് പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു തടിയോ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക്കോ എന്തേലും ഈ കളർ താഴോട്ട് പടരാതിരിക്കാൻ വേണ്ടി ചെയ്യണം. ഓക്കെ, അപ്പൊ ഞാനിപ്പോ ഒരു ജസ്റ്റ് ഒരു ബോർഡ് ഇതിന്റെ അടിയിലേക്ക് വെച്ച് കൊടുക്കാൻ പോവാണ്. അപ്പൊ നമുക്ക് എങ്ങും പിടിക്കത്തില്ല എന്ന് മേക്ക് ഷുവർ ചെയ്യാലോ. കൃഷ്ണന്റെ മുട്ടസൂചി ഇട്ട് തരാമോ? മുട്ടസൂചി അവിടെ അല്ല വെക്കുന്നത്, ഇതാ അവിടെ നോക്കിക്കേ, വിൻഡോ സൈഡിൽ അല്ലെങ്കിൽ ഇവിടെ കാണാം. അപ്പൊ ഞാൻ എന്തായാലും ഈ ഡിസൈൻസ് ഇവിടെ ചെയ്യാം എന്ന് വിചാരിക്കുന്നു. എന്ത് പറയുന്നു? ഇത് കാണാൻ വലിയ കുഴപ്പമില്ലല്ലോ. ഈ കളേഴ്സ് കണ്ടോ, ഓറഞ്ച് കളേഴ്സ്, ഇതാ നല്ല കളറാണിത് കേട്ടോ. എന്നിട്ട് നിങ്ങൾക്ക് ഇതുപോലത്തെ സ്പോഞ്ച്, നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള സ്പോഞ്ചോ അല്ലെ കോട്ടനോ അല്ലെങ്കിൽ തുണിയോ എന്ത് വെള്ളം ഉപയോഗിക്കുക. ഞാനിപ്പോൾ ചെറുതായിട്ട് ഈ സ്പോഞ്ച് ഒന്ന് ഉപയോഗിക്കാന്ന് വിചാരിക്കുക. കണ്ടോ, അല്ല സ്പഞ്ച്. അപ്പൊ ഞാൻ എന്തായാലും ഈ സ്പഞ്ചാണ് ഉപയോഗിക്കാൻ പോകുന്നത്. ഓക്കെ, റെഡിയല്ലേ? നമ്മളിതിനെ നന്നായിട്ടൊന്ന് കഴുക്ക്. അപ്പൊ നമുക്ക് ഇതിനെ നന്നായിട്ടൊന്ന് ഫിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതിന്റെ സെന്റർ നോക്കിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഈ ഡിസൈൻ ഒന്ന് ചെയ്യാൻ ശ്രമിക്കാം. ഇതിലേക്ക് നിങ്ങൾ ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുക. ഇത് കണ്ടോ, ചെറുതായിട്ടൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഫ്ലവേഴ്സ് മാത്രം നമുക്കൊന്ന് ചെയ്ത് കൊടുക്കാം. ഇങ്ങനത്തെ സംഭവം ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ഇടം പിടിക്കുമോ പറ്റുമോ ഒന്നും കൊണ്ട് നമ്മൾ പേടിക്കണ്ട. കൊടുക്കാൻ പോകുന്നത്. നിങ്ങൾ ഓർക്കും എന്ത് വട്ടത്തിലാണ് ബ്ലൂ കളർ കൊടുക്കുന്നത്, ചുമ്മാ രസത്തിന് ഒരു കോൺട്രാസ്റ്റ് കളർ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് മാത്രം കൊടുക്കുന്നത് കേട്ടോ. അതാണ് ഈ കളറാണ് ഉപയോഗിക്കാൻ പോകുന്നത്. ഇച്ചിരി മതിയാവും.
അപ്പോൾ വേണ്ട നമ്മുടെ കളറുകളൊക്കെ റെഡിയൊക്കെ വെച്ചേക്കുക. അപ്പൊ ഞാൻ റെഡിയാ, നിങ്ങൾ റെഡിയാണോ? ഇത് പൊക്കാൻ പോവാണേ. എന്തായിന്നൊന്നും എനിക്കറിയില്ല, ഞാൻ പൊക്കാൻ പോവുകയാണ്. ഈശ്വര, oh my god, oh my god, oh my god, oh my god, oh my god. Beautiful, I love it. നിങ്ങൾക്ക് എന്നാ തോന്നുന്നത് ഇത് കണ്ടിട്ട്? എന്നാ ഈസി ആയിരുന്നു. നമ്മുടെ കുഞ്ഞു പിള്ളേർക്കൊക്കെ നമ്മൾ പേപ്പറിൽ കളർ ചെയ്യാൻ കൊടുക്കത്തില്ലേ എന്ന് പറയുന്ന ആ അവസ്ഥയാ. പിള്ളേർക്ക് പോലും ഇത് ചെയ്യാൻ പറ്റും ഈസി ആയിട്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പോയി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എത്ര ഈസി ആയിരുന്നു നിങ്ങൾ കണ്ടില്ലേ? അപ്പൊ നമ്മുടെ ജസ്റ്റ് കളറിംഗ് പാർട്ട് നമ്മൾ ഫിനിഷ് ആയിട്ടുണ്ട്. ഞാൻ ഇത് ഇവിടെ കൊണ്ട് ഞാൻ നിർത്തുന്നില്ല, ഇതിനെ ഞാനൊന്ന് ഡ്രൈ ചെയ്യാൻ പോവാ. ഇത് ഡ്രൈ ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനെ കൂടുതൽ 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 മനോഹരമാക്കാൻ പറ്റും. എനിവേ ഒരു സിമ്പിൾ മെത്തേഡ് ആണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്. അധികം താമസിക്കത്തില്ല. ഇതൊന്ന് ജസ്റ്റ് ഡ്രൈ ആട്ടെ, അതിനുവേണ്ടി നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കാം. ഞാൻ വീണ്ടും എന്റെ ഡ്രയർ ആണ് ഇവിടെ ഉപയോഗിക്കാൻ പോകുന്നത്. ഈ ഡ്രൈ ചെയ്ത് ഇതിനെ നമുക്കൊന്ന് എന്തായാലും ഉണക്കിയെടുക്കാം. നമ്മുടെ ഫ്ലവർ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യുന്നത് നിങ്ങളെ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഒത്തിരി ഐഡിയാസ് ചെയ്യാൻ പറ്റും. ഒന്നുകിൽ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ ഇടാം, ഇതിന്റെ ഇടയ്ക്ക് ഗ്ലിറ്റേഴ്സ് ഇട്ട് ചെയ്യാൻ പറ്റും. ഞാൻ ഓർത്തു ഇതിന്റെ ഇടയ്ക്ക് കുറച്ച് തിളക്കങ്ങളോട് വരുമ്പോൾ അതിന് പ്രത്യേക ഒരു ഭംഗി ഉണ്ടാവും, ഈ പൂക്കൾക്കും നല്ലൊരു ഭംഗി ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഞാനത് അവിടെ ഇവിടെയൊക്കെ കുറച്ച് റൈൻസ്റ്റോൺ ഒക്കെ ചെയ്ത് നമുക്ക് ഇതിനെ കൂടുതലൊന്ന് ഭംഗിയാക്കി എടുക്കാന്ന്. അതൊരു മിക്സ് കളർ റൈൻസ്റ്റോൺ ഇതിന് കൊടുക്കാന്ന് ഞാൻ വിചാരിക്കുന്നു. എന്ത് പറയുന്നു നിങ്ങളും? നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം. എനിക്കൊന്ന് ഞാൻ റൈൻസ്റ്റോണിന്റെ ഒരു ആരാധകയാണെന്ന് എനിക്ക് തോന്നുന്നത്. എല്ലാത്തിനും എനിക്ക് അതുണ്ടെങ്കിൽ എനിക്കൊരു ഭംഗിയാണ്. കാരണം തുണികൾക്ക് അവിടെ ഇവിടെ ഒരു ഗ്ലിറ്റേഴ്സ് വരുമ്പോൾ അതിന്റെ ആ വർക്കിന്റെ ഒരു എഫക്ട് കൂടുതൽ തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഓർത്തു നമുക്കെന്നൊരു എല്ലാ കളറിലെ റൈൻസ്റ്റോൺസ് അവിടെ ഇവിടെ എല്ലാം ഒന്ന് വെച്ചു കൊടുക്കാന്ന്. ഇത് നല്ല ഭംഗിയാട്ടോ. നിങ്ങൾക്ക് ക്യാമറയിൽ എത്രമാത്രം ഇത് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല ഇതിന്റെ ഭംഗി, പക്ഷെ നല്ല ഗ്ലിറ്ററിയാണ്. എന്തായാലും നമുക്ക് ഇവനെ ഒന്ന് ചെയ്ത് കൊടുക്കാം. ഇതാണ്ട് നമുക്ക് ഇതുപോലെ തന്നെ ഇപ്പോഴും ഉപയോഗിക്കുന്ന പോലെ തന്നെ ഫാബ്രിക് ഗ്ലൂ ഒക്കെ കൊടുത്ത് ഇവനെ നമ്മളിങ്ങനെ ഗ്ലൂ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ റൈൻസ്റ്റോൺ എല്ലായിടത്തും ഒന്ന് എൻ്റെ കൈ മുഴുവൻ കളറായി നമുക്ക് നോട്ടിച്ച് കൊടുക്കുക. കണ്ടോ, ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ പറയാണ്ട കൂടുതൽ പറ്റിയാലും, കാരണം ഇത് വെൽ ബിഹേവ് ചെയ്തോളും കേട്ടോ, നിന്നും പോകത്തില്ല. അപ്പൊ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ കണ്ടോ? നമ്മുടെ പ്രിന്റിന്റെ അടുത്തെല്ലാം റൈൻസ്റ്റോണും ചെറിയ സീക്വൻസ് ഒക്കെ കൊടുത്തു. ഈ നീലയും മഞ്ഞയും ഇതിന് ഏകദേശം ഒരു കോമ്പിനേഷൻ ആയിട്ടുള്ള ലൈറ്റ് കളേഴ്സ് ആണ് ഞാൻ ഇത് കൊടുത്തേക്കുന്നത്. നിങ്ങൾ കണ്ടോ? നല്ല ഭംഗിയായിട്ട് തോന്നില്ലേ? അപ്പോൾ ഇതും ചെറുതായിട്ടൊന്ന് ഉണങ്ങണം, കാരണം നമ്മൾ ഉപയോഗിച്ചേക്കുന്നത് ഗ്ലൂ ആണ്. അപ്പൊ ഈ ഗ്ലൂ ഒന്ന് ചെറുതായിട്ടൊന്ന് ഉണങ്ങി കഴിയുമ്പോഴേക്ക് ഇവൻ ഇടാൻ റെഡിയാവും. അപ്പൊ ഞാൻ ഇതിട്ടോണ്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഓടി വരാം. അതുവരേക്കും പോവല്ലേ? അപ്പൊ കാണാം. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സോൾട്ട് ആൻഡ് പേപ്പർ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ ചെയ്ത വർക്കൊക്കെ നിങ്ങൾ ആദ്യം തൊട്ട് കണ്ടുവല്ലോ അല്ലേ? അതെ, അത് ഇട്ടുകൊണ്ടാണ് ഞാൻ വന്ന് നിൽക്കുന്നത്. നോക്കിക്കേ, സിമ്പിളായിട്ടൊരു ടോപ്പായിരുന്നു. നോക്കിക്കേ, അതിൻ്റെ ലുക്ക് മാറിയ നോക്കിക്കേ. നോക്ക്, ജസ്റ്റ് ഈ പ്രിന്റും ഇതെല്ലാം കൂടെ വന്നപ്പോൾ നല്ല രസമില്ലേ? എന്നിട്ട് ഈ ജാക്കറ്റും എല്ലാം കൂടെ ആയപ്പോഴേക്കും ഇവിടെ നല്ല സൂപ്പറായിട്ട് എനിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇത് ചെറിയ റൈൻസ്റ്റോൺ ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴേക്കും നല്ല രസം തോന്നില്ലേ? അപ്പോൾ നിങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്യുന്ന ഞാൻ കരുതുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഒരിക്കലും മറക്കരുത് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും. അതുപോലെ തന്നെ നിങ്ങൾ ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഓൾ എന്നൊരു ഓപ്ഷൻ വരും. ആ ഓളിലാണ് നിങ്ങൾ ഞെക്കേണ്ടത്. എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അത് പറഞ്ഞപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തത്. എനിക്ക് ഫേസ്ബുക്കിൽ ഒരു പേജുണ്ട്, facebook.com/റാണീസ് ലിറ്റിൽ വേൾഡ്. അതിൽ വന്നിട്ട് നിങ്ങളൊക്കെ മെസ്സേജ് ഇടുക, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ ഫലപ്രദമായി എന്ന് തന്നെ ഞാൻ കരുതട്ടെ. നോക്കിക്കേ, സിമ്പിളായിട്ടൊരു ടോപ്പിനെ ഇത്രമാത്രം മനോഹരമാക്കാൻ പറ്റുമെങ്കിൽ ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റത്തില്ല. അത് കൊച്ചു പിള്ളേർക്ക് പോലും ചെയ്യാവുന്ന രീതിയിലത്തെ ഒരു മെത്തേഡാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. ഇത് കളർ ഇളകി പോകുമോ അങ്ങനെയൊന്നുമില്ല. ഈ റൈൻസ്റ്റോൺസ് ഒന്നും പോവത്തില്ല. ഞാൻ പല പ്രാവശ്യം ഞാൻ അലക്കി തുണികൾ വേറെ ട്രൈ ചെയ്ത്, നിങ്ങൾക്കറിയാമല്ലോ ഞാൻ എത്ര തുണികൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന്. ഒന്നിനും ഒരു കുഴപ്പം ഇതുവരെ വന്നിട്ടില്ല. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതട്ടെ. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും താങ്ക് യു, ബൈ ബൈ.